മലയാളികളുടെ ഇടയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മീഡിയയിലൂടെയും നേരിട്ടും സുവിശേഷം പ്രഘോഷിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് മീഡിയയിലൂടെ ഇന്ന് മീഡിയ ഇവാഞ്ചലൈസേഷൻ വ്യക്തികൾക്കും അതുപോലെ യുവാക്കൾക്കും കുടുംബങ്ങൾക്കും എങ്ങനെ സാധ്യമാകാമെന്ന് ഇവരോട് തന്നെ ചോദിക്കാം. സന്തോഷ് ബ്രദറിനെ കുറിച്ച് കേൾക്കുകയും സന്തോഷ് ബ്രദർ നേരിൽ കാണുകയും ചെയ്യുന്നത് ഒരു വലിയൊരു ആത്മീയ കൂട്ടായ്മയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷാലോം ചാനലിനെ എപ്പോഴും ഓർക്കുന്നു, അതുപോലെ ഷക്കീന ചാനൽ, ഈ രണ്ട് ചാനലുകൾ മലയാളികളുടെ ഇടയിൽ ഇവാഞ്ചലൈസേഷന് വേണ്ടി നൽകിയുള്ള സംഭാവനകൾ നിസ്തുലമാണ്. ഷാലോം ചാനൽ അതിന് ദൈവം നൽകിയ കാരിസം അനുസരിച്ച് ഒരു വിധത്തിൽ ശുശ്രൂഷ ചെയ്തു പോകുമ്പോൾ, ഷക്കീന ചാനൽ മറ്റൊരു കാരിസം ഉപയോഗിച്ച് അത് മാറിയ വിധത്തിൽ ശുശ്രൂഷ ചെയ്തു പോകും. രണ്ടിനും അതിൻ്റെതായ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ദൈവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ രണ്ട് ചാനലുകളെയും ദൈവത്തെ ഉപയോഗിക്കുന്നു. സന്തോഷ് ബ്രദറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഒരുപാട് അഭിമാനിക്കുകയാണ്. കാരണം യൗവനത്തിൽ, ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ആ കാലഘട്ടം മുഴുവൻ നമ്മൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ അത്യുത്സാഹത്തോടെ അധ്വാനിക്കുന്ന സന്തോഷ് ബ്രദർ അനേകം ചെറുപ്പക്കാർക്ക് ഒരു പ്രേരണയാണ്, ഒരു ആവേശമാണ്, ഒരു പ്രോത്സാഹനമാണ്. സന്തോഷ് ബ്രദറിനെ കുറിച്ച് ഞാൻ ചെറുപ്പക്കാരുടെ ചോദിക്കുമ്പോൾ അവർക്ക് വലിയ ആവേശമാണ്. അത് സന്തോഷ് ബ്രദർ ശുശ്രൂഷ ചെയ്യുന്നത്, ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്, അട്ടപ്പാടി വരുന്നത്. ഒപ്പം തന്നെ ഷെക്കേന മിനിസ്ട്രീസിന്റെ, ഷെക്കേനയുടെ എല്ലാ മാധ്യമ ശുശ്രൂഷകളുടെയും ആത്മീയ പിതാവാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷ മേഖലകളിലും ഒരുപാട് സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും വേണ്ട ദൈവിക നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും ദൈവകൃപയും ധാരാളമായി നൽകുകയും ചെയ്ത് എപ്പോഴും എന്തിനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുവാൻ ഈ പൗരോഹിത്യ കരങ്ങൾ എന്നും എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അമേരിക്കയിലെ ഷിക്കാഗോ രൂപതയുടെ ആ രഥജൂബിലിക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ആത്മപിതാവിനെ കണ്ടുമുട്ടാൻ ഇടവരുത്തി. ഈ ഒരു നല്ലൊരു അവസരം കർത്താവ് തന്ന ഒരു വലിയ നിയോഗമായി, കർത്താവ് നൽകിയ സാധ്യതയായി ഞാൻ കാണുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷ് ബ്രദറെ ഈ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകണം, കർത്താവിനും കർത്താവിന്റെ സഭയ്ക്കും വേണ്ടി. Thank you so much.